കാലങ്ങൾ നീണ്ട വിശ്വാസ പെരുമയുമായാണ് ഗായകൻ സന്നിധാനന്ദൻ ശബരിമലയിലെത്തിയത്. ഗായകനെന്ന നിലയിൽ ഉയരാൻ അനുഗ്രഹിച്ചത് അയ്യപ്പസ്വാമി എന്നാണ് സന്നിധാനന്ദന്റെ ഉറച്ച വിശ്വാസം. കുടുംബത്തോടൊപ്പമാണ് സന്നിധാനന്ദൻ ദർശനം നടത്തിയത്. ഈ വാർത്തയോടെ 9 മണി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശബരിമല സന്നിധാനത്ത് ഓരോ ദിവസവും പല VIP-കളും ഒക്കെ ദർശനത്തിന് എത്താറുണ്ട്. ഒരുപക്ഷെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു ഗായകനാണ് ഇന്ന് ശബരിമല സന്നിധാനത്ത് എത്തിയത്. അതും ശബരിമലയുമായൊക്കെ വളരെ ചേർന്ന പേരുള്ള സന്നിധാനന്ദൻ. ഈയൊരു താങ്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അന്നൊക്കെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നല്ലേ പേരൊക്കെ വന്നത് പോലും? അതെ, പേര് അതായത് കുട്ടിക്കാലത്ത് സംസാരിക്കാൻ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചുണ്ട് പ്രശ്നം, ക്ലഫ്റ്റ് ലിപ്പ്, പ്രത്യേകിച്ച് അമ്മയും മക്കളും കൂടിയാണ് ഇപ്രാവശ്യം മല ചവിട്ടിയത്. വല്ലാത്തൊരു അനുഭവമായിരുന്നു. വൈകിട്ട് ഒരു 10 മണിക്കാണ് കയറിയത്. പിന്നെ കുട്ടിക്കാലത്ത് ശബ്ദം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ മതി, ഏകദേശം ഒരു സൗണ്ട് തോമ പോലെയായിരുന്നു എൻ്റെ ജീവിതം. മൊത്തം ക്ലഫ്റ്റ് ലിപ്പായിരുന്നു. അവിടുന്ന് ഓരോ വർഷം അച്ഛനും അമ്മയും മലയ്ക്ക് പറഞ്ഞയക്കും. അതിനനുസരിച്ച് നമ്മളിങ്ങനെ വരും. പ്രതീക്ഷകളൊന്നുമില്ല, ഭഗവാനെ കാണുക എന്ന് മാത്രം. ഇത്ര തിരക്കിലും ഈ ധനുമാസം 1-ാം തീയതിയാണ് കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് എൻ്റെ ശബ്ദം ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തി. ഇനിയും ഒരുപാട് മെച്ചപ്പെടാണ്ട്. ഭഗവാൻ ഇനിയും അനുഗ്രഹിക്കട്ടെ. ഏത് പ്രായം മുതൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി? ഏകദേശം കുട്ടിക്കാലം മുതൽ. അമ്മ നിൽക്കണ്ട, അമ്മ പറയും. അമ്മ പറയട്ടെ. അമ്മ എന്തായിരുന്നു അനുഭവം? ഒരു ചെറിയ കുട്ടിയായി പ്രസവിച്ച് വീണപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, എന്തായാലും വേണ്ടില്ല, ഞാൻ ഉപ്പും ചോറും അയ്യപ്പൻ്റെ അടുത്ത് വന്ന് തന്നേക്കാം എന്ന് പറഞ്ഞു. എന്നിട്ടാണ് 6-ാം പിറന്നാളിന് മുമ്പ് 5-ാം പിറന്നാൾ കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവന്നു. അച്ഛൻ മാത്രമേ കൊണ്ടുവന്നു. ഇവിടെ വന്നു ചോറ് കൊടുത്തപ്പോൾ മേശാന്തി ചോദിച്ചു, എന്താ കാരണരെ പേരുണ്ട് ചോദിച്ചു. അപ്പോൾ അടിയനൊന്നും അറിയില്ല തമ്പുരാനെ, ഇവിടുന്ന് എന്താ വെച്ചാൽ നിശ്ചയിച്ചോളാം. അപ്പോഴാണ് ശ്രീ ശങ്കര സന്നിധാനന്ദൻ എന്നുള്ള പേര് മേശാന്തിയാണ് അദ്ദേഹം വിളിച്ചത്. ഈ വിശ്വാസം അത് ശരിയായി അല്ലേ? ശബ്ദം എല്ലാം ശരിയായി? എല്ലാം ശരിയായി. അത് പ്രസവിച്ച സമയത്ത് എന്താണ് കുട്ടി എന്നുള്ളത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇവിടെയൊന്നും അവനുണ്ടായിരുന്നില്ല. തൊണ്ടയിൽ 2 നാവുണ്ടായിരുന്നു. അവിടുന്ന് 10-ാം ക്ലാസ് എങ്ങനെയൊക്കെയോ പാസ്സായതിനു ശേഷമാണ് ഓപ്പറേഷന് വേണ്ടിയിട്ട് മംഗലാപുരം പോയി. ഏതൊരു പ്രായമായി ശരിയായി വന്നപ്പോൾ? ശരിയായി വന്നപ്പോൾ 10-ാം ക്ലാസ്സിൻ്റെ മുമ്പായിട്ട് ശരിയായി. 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശരിയായി. പിന്നെ ഒരു വർഷം അങ്ങനെ മുടക്കരുത് സന്നിധാനത്തേക്കുള്ള വരവെന്നല്ലേ? ഇത്രയും പ്രായം 46-45 വയസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രാവശ്യം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വിഷുക്കണിക്ക് ഇവിടെ എത്തിച്ചു. ഇതുവരെ മുടക്കിയിട്ടില്ല. ഭഗവാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ടാവില്ല. ഇത്ര വരെ ഇവിടെ എത്തിച്ചു. ഇതൊരു അമ്മയുടെ ഒരു ഈ വിശ്വാസമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പേര് വരുന്നു, അതെല്ലാം പിന്നെ വലിയൊരു പാട്ടുകാരനാകുന്നു, അതെല്ലാം എങ്ങനെയാണ് മനസ്സിലാവും? എങ്ങനെയൊക്കെ സംഭവിച്ചു വെച്ചാൽ അവൻ അയ്യപ്പൻ്റെ ആളായിട്ട് അവൻ്റെ ഉപ്പും ചോറും അയ്യപ്പൻ്റെയാണ് അവൻ്റെ വയറ്റിൽ. അത് അയ്യപ്പൻ തന്നെയായിട്ട് കൊടുത്തതാണ്. അത് സ്റ്റാർ സിംഗറിൽ കയറിയ സമയത്ത് MG ശ്രീകുമാർ പറഞ്ഞു, ഒരു അയ്യപ്പ ഭക്തനാണോ വെച്ചാൽ അപ്പം പറഞ്ഞു, ഞാൻ ഉപ്പും ചോറും അവിടെ നിന്നാണ് കഴിച്ചിരിക്കണേന്ന്. ഒരു ഇത് പാടുമോ ചോദിച്ചു. അപ്പോൾ അവിടുന്ന് അയ്യപ്പൻ്റെ ഒരു ഗീതം പാടിയപ്പോൾ അവിടുന്ന് അങ്ങനെ അയ്യപ്പൻ അവനെല്ലാം അറിഞ്ഞ് ഇത്തിരി വരെ ഞങ്ങളെ അച്ഛൻ മരിക്കുന്നത് ഒരു അച്ഛനെയും അമ്മയും ഏത് നിലയ്ക്കാണ് അവൻ സംരക്ഷിച്ചതെന്നുള്ളത് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇരിപ്പിടം വരെ എൻ്റെ മകൻ അയ്യപ്പൻ്റെ ആ ഒരു നാമത്തിലെല്ലാം തന്നു. ചുരുക്കിയൊന്നും പറയണ്ട. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വിഗ്രഹങ്ങൾ അവന് ഇങ്ങനെ കിട്ടിയിരുന്നു. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഒരു വിഗ്രഹം ഞാൻ കഴുകി പൂവിടുമ്പോൾ ഈശ്വര ഇപ്രാവശ്യം പമ്പയിലേക്ക് പോകുമ്പോൾ എനിക്ക് ചെറിയ അയ്യപ്പൻ്റെ ഒരു വിഗ്രഹം എനിക്ക് കഴുകാൻ കിട്ടണമെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു. പക്ഷേ അന്ന് രാത്രിയാണ് അയ്യപ്പൻ്റെ ഒരു വിഗ്രഹം ഇവർ ഷൂട്ടിന് വേണ്ടി എടുത്തത്. അമ്മ ഒരു വിളക്കൊളുത്തു പോകും. എന്താ ഇപ്പോൾ മാലയിടാൻ നാളെയല്ലേ, ഇന്നെന്താ വിളക്കൊളുത്താൻ പറയണം. വിളക്കൊളുത്തുമ്പോൾ വലിയൊരു വിഗ്രഹം അയ്യപ്പൻ. ഇന്നിപ്പോൾ അത് ദേശവിളക്കിന് ആ വിളക്കിൻ്റെ അമ്പലത്തിൽ വെച്ചു എല്ലാം കണ്ടു. അമ്മയെ സംബന്ധിച്ച് മനസ്സ് നിറഞ്ഞൊരു സന്തോഷമാണ് മോന്റെ കാര്യത്തിൽ ഇത്. അതെ, അമ്മയുടെ ശരിക്കും എൻ്റെ സംഗീതമാണെങ്കിലും എൻ്റെ ഭക്തിയാണെങ്കിലും ഒക്കെ അമ്മയാണ്. പിന്നെ ഞാൻ കുട്ടിക്കാലത്ത് ഇവിടുന്ന് ചോറുണ്ടു. മകനെ ഇവിടെ കൊണ്ടുവന്ന് ചോറ് കൊടുത്തു. മകളേനെ ഇപ്പോൾ ഈ വർഷത്തോടു കൂടെ മകൾക്ക് വരാൻ പറ്റാതെയാവും. ഇനി അവൾക്ക് 50 വർഷം കഴിഞ്ഞാലേ ഇനി വരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ജീവിതം മുഴുവൻ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. എന്നും അയ്യപ്പനോടൊരു കടപ്പാടുണ്ട്. സ്വാമി ശരണം. ഈ 18-ാം പടി കയറി വന്ന അയ്യപ്പനെ കാണുമ്പോൾ ഉള്ളൊരു നിർവൃതി എങ്ങനെയാ സന്നിധാനന്ദൻ പറയാ? ആ സമയത്ത് ഭയങ്കര ബ്ലാങ്കാണ്. നമുക്ക് ആ വിഗ്രഹവും ഞാനും അല്ലെങ്കിൽ അത് തൊഴുന്ന വ്യക്തി മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ വേറെ ചിന്തകളോ നമ്മുടെ ഒരു പലരും എന്നോട് പറയും, സന്നി നമ്മുടെ കാര്യം ഒന്ന് പറയണേ ഭഗവാന്റെ അടുത്ത്, അല്ലെങ്കിൽ ആരും ഓർമ്മ വരും പോലും ഇല്ല. എന്നെ തന്നെ ഓർമ്മയില്ല. ഭഗവാനെ തൊഴുക, ആ ഭഗവാനിൽ ലയിക്കാൻ ശ്രമിക്കുക, ഭഗവാന്റെ പാട്ട് പാടുക, ജീവിക്കുക. കണ്ടു കൊതി തീർന്നില്ലയ്യ, തൊഴുതു മതിയായില്ലയ്യ, വീണ്ടും ഒരു ജന്മം മണ്ണിൽ തന്നിടുമോ, അന്നും സ്വാമി പാദദാസനാകാൻ വരം നൽകുമോ. കന്നിമൂല ഗണപതി ഭഗവാനേ ശരണം, സ്കന്ദനേ സിംഗാരവേലനേ ശരണം,
അന്നൈ മാളികപ്പുറത്തമ്മ ദേവിയേ ശരണം, ഹരിഹരസുതൻ അയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. സണ്ണി പാടിയതിലെ അയ്യപ്പ പാട്ടുകളിൽ ഏറ്റവും വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് പ്രേക്ഷകർ കാഴ്ചക്കാർ പറയുന്ന പാട്ട് ഏതാ? അതായത് ഈ വർഷം ഇറങ്ങിയ കുറെ പാട്ടുകളുണ്ട്. അതിൽ കാടേ പെരുങ്കാടേ കാടിൻ നടുവിലെ പെരിയോനെ, കാടേ പെരുങ്കാടേ കാടിൻ നടുവിലെ പെരിയോനെ. എൻ്റെ കുറെ റാം സുരേന്ദർ, സിജു തുറവൂർ എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ എല്ലാ വർഷവും ഒരു അയ്യപ്പനുണ്ട്. അത് വളരെ നല്ല രീതിയിൽ പോണു. അയ്യപ്പൻ്റെ അനുഗ്രഹമുണ്ട്. പിന്നെ ഈ വർഷം 2025 അയ്യപ്പൻ നൽകിയതാണ് കാന്താരയിൽ പാടാൻ പറ്റി. 2 പാട്ടാണ് പാടിയത് മലയാളം പതിപ്പിൽ. പിന്നെ കുറേ സിനിമകൾ പാടാൻ പറ്റും. എല്ലാ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം അയ്യപ്പൻ്റെ അനുഗ്രഹമാണ്. പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെൻ്റെ ഉത്തരവാദിത്തമാണ്. അത്രയും ഈ പള്ളിക്കെട്ട് ഭയങ്കര ഹിറ്റാണ്, അതും കൂടെ ഒന്ന്. ഇരുമുടി താങ്ങി ഒരു മനതാകി ഗുരുവിനതേ വന്തോ, ഇരുവിനെ തീർക്കും യമനെയും വെല്ലും തിരുവടിയെ കാണ വന്തോ, പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തൈ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. എന്തായാലും ആത്മാവറിഞ്ഞാണ് സന്നിധാനന്ദൻ പാടുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ ഭക്തിയൊക്കെ കൂടി ഉള്ളിലുള്ളത് കൊണ്ട് കൂടിയായിരിക്കും അല്ലേ? അതെ, എല്ലാം അതുണ്ടോന്നും കൂടെ ഞാൻ വീണ്ടും സെർച്ച് ചെയ്യാണ്. ഭഗവാനെ ഏത് തരത്തിലാണ് അങ്ങേ പൂജിക്കേണ്ടത് അല്ലെ പ്രാർത്ഥിക്കേണ്ടത് ഒന്നും ഇപ്പോഴും അറിയില്ല. അപ്പോൾ വീണ്ടും ഡെഡിക്കേഷൻ. എല്ലാ വർഷവും ഞങ്ങൾ നാട്ടിലൊരു ദേശവിളക്കുണ്ട്. ദേശവിളക്കിൽ ഒരു 30 പേരും കൂടെ, ഇപ്രാവശ്യം 30 പേര്. എല്ലാ വർഷവും ധനുമാസം 1-ാം തീയതി മല കയറും ഞങ്ങൾ. മക്കളൊക്കെ പാടുവോ? എങ്ങനെ? കുറേശ്ശെ പാട്ടുണ്ട്. പാടുന്നുണ്ടോ? ഇല്ല, അവർ മല കയറിയത് ക്ഷീണത്തിലാണ്. അപ്പോൾ എന്തായാലും വളരെ ഭക്തി നിർഭരമായൊരു അന്തരീക്ഷത്തിലാണ് സന്നിധാനന്ദനും കുടുംബവും. അമ്മയൊക്കെ വളരെ വേദനയോടുകൂടിയാണ് സന്നിധാനത്തിൻ്റെ ഒരു യാത്ര ഓർക്കുകയും ചെയ്യുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം G ശ്രീജിത്ത്, News 18 സന്നിധാനം.